ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വോട്ടർ അധികാര യാത്ര നയിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആയഞ്ചേരി പഞ്ചായത്ത് UDF കമ്മിറ്റി ആയഞ്ചേരി ടൗണിൽ ജനാധിപത്യ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും നടത്തി. രാഹുൽ ഗാന്ധി പട്ടിക നിറയെ കള്ള വോട്ടുകൾ കൂട്ടിച്ചേർത്ത് നേടിയ ഭരണം വോട്ടർമാരെ വെല്ലുവിളിച്ച് ഭാരതത്തിന്റെ പ്രഥമത്തിനുള്ള ആവശ്യമായ രാഹുൽ ഗാന്ധിക്ക് ബിജെപിയുടെ വോട്ട് കൊള്ളാം. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കർണാടകയിലെ സെൻട്രൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 6 സ്ഥലത്ത് ആ പാർലമെന്റ് മണ്ഡലത്തിലെ 6 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വോട്ടെണ്ണിയപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മുന്നിലാണ്. 7ാമത്തെ മണ്ഡലം എണ്ണിയപ്പോൾ 1,14,000 വോട്ടാണ് 7ാമത്തെ മണ്ഡലത്തിൽ കിട്ടുന്നത്, ഭൂരിപക്ഷം. അങ്ങനെ 32,704 വോട്ടിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കുക. ആ നിയോജക മണ്ഡലത്തിലെ കണക്കാണ്. 6 മാസം 40 ആൾ ഒരു ദിവസം വിദഗ്ധരെ വെച്ച് രാഹുൽ ഗാന്ധി കൃത്യമായി അതിൻ്റെ പണിയെടുത്തപ്പോൾ ഈ കണക്കാണ് പുറത്തു വന്നത്. ഇത് തെളിയിക്കുന്നത് എന്താ? ഇന്ത്യ രാജ്യം ഇന്നിവർ ഭരിക്കുന്നത് ഒരു കാരണവശാലും അർഹതയില്ലാത്തൊരു കൂട്ടരാണ്. ഇത് വോട്ട് കട്ടിട്ട് ഭരിക്കുന്നതാണ്. ഇത് ഈ രാജ്യത്തെ ജനങ്ങളോട് നമ്മൾ കണ്ട ബീഹാറിലാണിപ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ലക്ഷങ്ങൾ ഒഴുകിയ മാർച്ചിനൊപ്പം യാത്രക്കൊപ്പം വരികയാണ്. ബീഹാറിന് ഒരുപാട് സാമ്പത്തികമായി പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിക്ക് ആവേശം പകർന്ന നാടാണ് ബീഹാർ. രഥയാത്ര തടഞ്ഞ നാടാണ് ബീഹാർ. ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് ബീഹാർ വഴിയാണ്. ബീഹാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ബീഹാറിൽ നിന്ന് ആരംഭിക്കുകയാണ് BJPയുടെ അവസാനം രാഹുലിൻ്റെ നേതൃത്വത്തിൽ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവർ ആർക്കെങ്കിലും എന്തൊക്കെ പറയാനുണ്ടോ? പ്രധാനമന്ത്രി എന്താ പറയുന്നത്? രാഹുൽ ഗാന്ധി അക്കമിട്ട് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഒരു വീട്ടിൽ 320 വോട്ട്, ഒരൊറ്റ റൂമിൽ 87 വോട്ട്, അച്ഛൻ്റെ അമ്മേൻ്റെ പേര് ABCD, ASDF, GF. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ ഒരു കാലം, ഇങ്ങനെ ഒരവസ്ഥ
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യം പൂർണ്ണമായും തകർക്കുകയാണ്. ഇത് നമ്മൾ കരുതിയിരിക്കണം. അവിടെ മാത്രമല്ല, ഇവിടെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട ഒരു കൂട്ടർ മിണ്ടുന്നില്ലല്ലോ. എന്താ മിണ്ടാത്തത്? ഇപ്പൊ പഞ്ചായത്തിൽ എന്തൊക്കെ അട്ടിമറിയാണ് നടത്തുന്നത്? പഞ്ചായത്തൊക്കെ ഒരു വിഭജിച്ചോട്ടെ, പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം വിഭജിക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ അത്തരം രൂപത്തിൽ, കാരണം ഇവിടെ എപ്പോഴും CPM ചെയ്യാറ് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ന് വരെ രാഹുൽ ഈ പറഞ്ഞതിന് അനുകൂലമായി MA ബേബി ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഉൾപ്പെടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ ഇതിന് ഡൽഹിയിൽ അത്യാവശ്യം പിന്തുണയൊക്കെ ആയി പോകുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഇതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു വർത്തമാനം പോലും പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് വളരെ ശക്തമായി, അതിശക്തമായ ഒരു നിലപാടുമായി നമ്മൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു നിന്നില്ലെങ്കിൽ ഈ വോട്ട് ചോദ്യം ഇവിടെയും നടക്കും. മലയിൽ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CM അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അസ്കർ ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. റാലിക്ക് CM അഹമ്മദ് മാസ്റ്റർ, മലയിൽ ബാലകൃഷ്ണൻ, കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള, ഹാരിസ് മുറിച്ചാണ്ടി, കണ്ണോത്ത് ദാമോദരൻ, MP ഷാജഹാൻ, മൻസൂർ ഇടവലത്ത്, CK ഗഫൂർ, അക്കരോൽ അബ്ദുള്ള, മുച്ചിലോട്ടുമൽ മഹ്മൂദ്, KMC തങ്ങൾ, ദേവാനന്ദൻ PK, രാജൻ ആനാണ്ടി, കുഞ്ഞമ്മദ് TK, മൊയ്തു മാസ്റ്റർ, TN നാസർ, CH മൊയ്തു മാസ്റ്റർ, TK അശോകൻ, തെക്കിണിയില്ലത്ത് കുഞ്ഞബ്ദുള്ള, VSH തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ.